ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DMC എന്നാണ്. DMC. ഓക്കെ, ആ പേരിന്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഡീമിലിറ്ററൈസ്ഡ് സോൺ എന്നാണ്. ഓക്കെ, DMC. DMC. ഓക്കെ, ഇങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. DMC എന്നാണ് പറയുന്നത്. ഡീമിലിറ്ററൈസ്ഡ് സോൺ. ഡീമിലിറ്ററൈസ്ഡ് സോൺ, അതാണ് DMC. ഓക്കെ, DMC. ഇനി എന്താണ് DMC? ഓക്കെ, ബേസിക് ആയിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പോവാം. നിങ്ങള് ഒരു ഓഫീസിൽ നിന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പൊ UAE കേസ് എടുക്കാം. ഓക്കെ, UAE എന്തായിരിക്കും അവസ്ഥ? ആ ഓഫീസിൽ നെറ്റും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് എന്റെ ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം വരാൻ നോക്കാം. ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു എത്തിസലാത്ത്. ഓക്കെ, നിങ്ങൾക്ക് ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. എത്തിസലാത്ത് ഒരു റൗട്ടർ വെച്ചിട്ടുണ്ട്. ഓക്കെ, എത്തിസലാത്ത് റൗട്ടർ വെച്ചിട്ടുണ്ട്. അതിനുശേഷം അങ്ങോട്ടേക്ക് പോണത് ക്ലയന്റുകളിലേക്ക്, ഒരു സ്വിച്ചിലേക്ക് പോകുന്നുണ്ട്. സ്വിച്ചിൽ നിന്ന് ക്ലയന്റുകളിലേക്ക് പോകണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സ്വിച്ച്. ഓക്കെ, ഇതാണ് നെറ്റ്വർക്കിംഗ് ഡയഗ്രാം അവിടെ വരുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇൻ കേസ് നിങ്ങളൊരു സെർവർ ഹോസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേണ്ട, നമ്മൾ ചെയ്യുന്ന കേസ് വെച്ചിട്ട് പോവാം. ഓക്കെ, നിങ്ങൾ ഒരു ബയോമെട്രിക് വെച്ച്, ഓക്കെ, ആ ഓഫീസിൽ ഒരു ബയോമെട്രിക് ഡിവൈസ് വെച്ച്. അപ്പോൾ ബയോമെട്രിക് ഡിവൈസ് എവിടെ കണക്ട് ചെയ്തേക്കുന്നത്? ഇവിടെ ആണെന്ന് വിചാരിക്കുക. ഈ ഒരു പോർട്ടലിൽ നിങ്ങളൊരു ബയോമെട്രിക് അറ്റൻഡൻസ് ഡിവൈസ്, ബയോമെട്രിക് ഡിവൈസ് വെച്ച്. ഓക്കെ, ഇനി വേറൊരു ഓഫീസ് ഉണ്ടെന്ന് വിചാരിക്കുക, അവർക്ക് തന്നെ അവിടെ ഒരു PC ഉണ്ട്. ഓക്കെ, ഈ വെച്ചിരിക്കുന്ന ബയോമെട്രിക്, ഓക്കെ, ഈ സെറ്റപ്പ് വരുന്നത് ദുബായ്, ഇത് വരുന്നത് അബുദാബി. ഓക്കെ, ഈ വെച്ചിരിക്കുന്ന ബയോമെട്രിക്, ഓക്കെ, ഇവിടെ വെച്ചിരിക്കുന്ന ബയോമെട്രിക്കിൽ കുറച്ച് എംപ്ലോയീസും കാര്യങ്ങളുണ്ട്. അവരുടെ തന്നെ ഒരു ബ്രാഞ്ച് ആണ്. അപ്പൊ അവിടെ എംപ്ലോയീസ് പഞ്ച് ചെയ്യുന്നതിന്റെ ഡാറ്റയും കാര്യങ്ങളും എടുക്കേണ്ടത് ഈ ഇരിക്കുന്ന PC നമ്മൾ ഇട്ട് കൊടുക്കുന്ന സോഫ്റ്റ്വെയറിലാന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ എടുക്കണമെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ PC ഈ ബയോമെട്രിക് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ആകെയുള്ള മെത്തേഡ് റൗട്ടർ ത്രൂ പുറത്ത് വന്ന്, ഇസ്ലാത്തിന്റെ റൗട്ടർ ത്രൂ പുറത്ത് വന്ന് തിരിച്ചു വരും. ബയോമെട്രിക് എന്നുള്ള ഡാറ്റ വന്ന് ഇങ്ങനെ സ്വിച്ചിൽ കയറി, അവിടെ നിന്ന് എത്തിസലാത്തിന്റെ റൗട്ടർ വന്ന്, എത്തിസലാത്തിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഈ റൗട്ടറിൽ കയറി ഇവിടെ നിന്ന് ഈ PC വരണം അല്ലേ? ഇത് നടക്കൂല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ എത്തിസലാത്തിന്റെ റൗട്ടർ ഇതിനെ ബ്ലോക്ക് ചെയ്യും. കാരണം പബ്ലിക്കലി ഈ ബയോമെട്രിക് ഡിവൈസ് ഏതാണെന്നുള്ളത് പുറത്തുനിന്ന് ഒരാൾക്ക് അറിയാൻ പറ്റില്ല. ഇന്റേണലി കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസുകൾ ഏതാണെന്നുള്ളത് റൗട്ടറിന് അറിയാൻ പറ്റത്തില്ല. ഓക്കെ, ഇങ്ങനൊരു സിനാരിയോയില് നമ്മൾ എന്ത് ചെയ്യും? ഡൈൻഡിയനസ് എന്നുള്ള പരിപാടി ഇടും. ഓക്കെ, ഡൈൻഡിയനസ് എന്താണെന്നുള്ളത് ഞാൻ അടുത്ത സെഷനിൽ പറഞ്ഞുതരാം. ഡൈൻഡിയനസ് എന്നുള്ള പരിപാടി ഇടും എന്ന് വിചാരിക്കാം. ഓക്കെ, ഡൈൻഡിയനസ് എന്നുള്ള പരിപാടി ഇട്ട് കഴിഞ്ഞിട്ട് ഒരു പോർട്ട് ഫോർവേഡ് ചെയ്യുന്ന വിചാരിക്കാം. ഓക്കെ, അപ്പൊ പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ പോർട്ട് വെച്ചിട്ട് നമുക്ക് ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണം എന്നൊക്കെ വിചാരിക്കാം. ഓക്കെ, പുതിയൊരു ഡിവൈസും കൂടെ ആഡ് ചെയ്തെന്ന് വിചാരിക്കാം. ഓക്കെ, ഇന്റർനെറ്റിൽ പുതിയൊരു ഡിവൈസ് ആഡ് ചെയ്ത് പുതിയ ബയോമെട്രിക്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഇതിന് കിട്ടണമെങ്കിൽ ഇതേപോലെ തന്നെ എത്തിസലാത്തിനെ കോൺടാക്ട് ചെയ്ത് അവരുടെ റൗട്ടറിൽ ഇതേപോലെ അവർ കോൺഫിഗർ ചെയ്താണ്. ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എപ്പോൾ എത്തിസലാത്തിനെ വിളിക്കേണ്ടി വരും അല്ലേ? ഓക്കെ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ മാറ്റാനായിട്ട്, ഓക്കെ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് ഇന്റർനെറ്റ് വരുന്ന എത്തിസലാത്ത്, ഓക്കെ, എത്തിസലാത്ത് ഇന്റർനെറ്റ് ആയിരുന്നു അവരുടെ റൗട്ടർ എത്തിസലാത്ത്. ഓക്കെ, എത്തിസലാത്ത് ആയിരുന്നു. സ്വിച്ചിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഒരു റൗട്ടർ വെക്കും. ഓക്കെ, ഒരു ഫയർവാൾ വെച്ചെന്നിരിക്കാം. ഫയർവാൾ വെച്ചു. ഇത് കസ്റ്റമർ ക്ലയന്റ് സൈഡ്. ഓക്കെ, ക്ലയന്റ് ഫയർവാൾ. ഓക്കെ, അതിനുശേഷം നമ്മൾ നേരത്തെ കണ്ടിതാരി സ്വിച്ച് കണക്ട് ചെയ്തു, ഡിവൈസുകളെല്ലാം ഇതിന്റെ അണ്ടറിൽ കണക്ട് ചെയ്തു. ഓക്കെ, ബയോമെട്രിക് കൂടെ കണക്ട് ചെയ്തു.
ബയോമെട്രിക് ഇവിടെ കണക്ട് ചെയ്ത്. ഓക്കെ, നേരത്തെ കണക്ട് ചെയ്ത തന്നെ ഇവിടെ ഒരു റൗട്ടർ എത്തിസലാത്ത് പ്രൊവൈഡ് ചെയ്ത റൗട്ടർ ഉണ്ട്, ഒരു പി സി ഉണ്ട്. ഓക്കെ ഓക്കെ, ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുക. എന്നിട്ട് നമ്മൾ എത്തിസലാത്തിനെ വിളിച്ച് പറയുന്നു നമ്മൾ ഒരു ഫയർവാൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഫയർവാളിനെ DMC ചെയ്തു തരണം എന്ന് പറയും. ഓക്കെ, ഇപ്പൊ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ട്രാഫിക് വരുന്നത് ഈ റൗട്ടറിനാണെങ്കിൽ പോലും ഈ റൗട്ടറിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് ഇത് വരും. ഒരു കൺസ്ട്രെയിൻ ഇവിടെ ഉണ്ടാവില്ല, അതായത് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാവില്ല. ഇറ്റ്സ് ഇന്റർനെറ്റ് ഡയറക്റ്റ് ആയിട്ട് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്തിസലാത്ത്, അതായത് ഇന്റർനെറ്റ് വരുന്നത് ഇവിടെ റൗട്ടർ ഉണ്ടെങ്കിലും ഡാറ്റ വരുമ്പോൾ ആ റൗട്ടർ അവിടെ ഇല്ലാത്ത മാതിരിയാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ബ്രിഡ്ജ് ചെയ്തു എന്ന് പറയും. ഓക്കെ, അവിടെ ഇല്ലാത്ത മാതിരി നമുക്ക് ഫീൽ ചെയ്യും. നേരെ നമ്മുടെ ക്ലയന്റ് ഫയർവാൾ വരും. ഓക്കെ, ക്ലയന്റ് ഫയർവാൾ ആർക്ക് ആക്സസ് ഉണ്ട്? ക്ലയന്റിന് ആക്സസ് ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ നമുക്ക് ആക്സസ് ഉണ്ട്, നമ്മൾ ചെയ്യുന്നവർക്ക് ആക്സസ് ഉണ്ട്. അപ്പൊ നമ്മൾ പുതിയൊരു ഡിവൈസ് ആഡ് ചെയ്തിട്ടെങ്കിൽ എന്തെങ്കിലും കോൺഫിഗറേഷൻ ചെയ്യണമെങ്കിൽ എത്തിസലാത്തിന് വിളിക്കേണ്ട കാര്യം നമുക്ക് നമ്മുടെ ഫയർവാളിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ ഈ പി സിയിൽ ആക്സസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നമ്മുടെ ഫയർവാളിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നെറ്റ്വർക്കിലും ഈ ഇന്റർനെറ്റിൽ പുറത്തുനിന്നുള്ള ഒരാൾക്ക് അതിന് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു നെറ്റ്വർക്കിനെ ഐസൊലേറ്റ് ചെയ്യുന്നത്, ശരിക്കും ഇതല്ല പറയുന്നത്, ഇതിപ്പോ നമ്മുടെ സിനേരിയോ പറഞ്ഞതാ. ഓക്കെ, ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യുന്നതിന് ഇപ്പൊ നമ്മൾ ആ ഫയർവാളിനെ DMC ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി ശരിക്കും എന്താണ് DMC എന്ന് വെച്ചാൽ ഇതൊരു ഉപയോഗമാണ്. ഓക്കെ, ശരിക്കും എന്താണ് DMC എന്ന് വെച്ച് ഞാൻ പറഞ്ഞുതരാം. ശരിക്കും DMC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്റർനെറ്റ്. ഓക്കെ, ഇവിടെ വേറെ ആരും റൗട്ടറും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. പക്ഷെ ഇവിടെ ഞാൻ ക്ലയന്റ് സൈഡിൽ ഒരു റൗട്ടർ ഞാൻ വെച്ചു. ഓക്കെ, അതിനുശേഷം ഇവിടെ അവർക്കൊരു സെർവർ ഉണ്ട്. ഈ സെർവർ അവരുടെ വെബ്സൈറ്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്നു, വെബ്സൈറ്റ്. ഓക്കെ, അതുപോലെ അവർക്ക് ഇവിടെ PC ഉണ്ട്, PC1, PC2, ഇങ്ങനത്തെ കേസ്, PC2 ഇങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ പുറത്തുനിന്നുള്ള ഒരാളാണ്. ഓക്കെ, അവരുടെ വെബ്സൈറ്റിലേക്ക് എനിക്ക് ആക്സസ് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇതേപോലെ എന്റെ ഫോൺ എടുക്കും, നേരെ നെറ്റ് ആയിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, അവരുടെ സെർവറിന്റെ പേരടിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വന്ന് ഇവിടെ വരും. ഓക്കെ, പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സെർവറിലേക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. സെർവറിന്റെ ഫംഗ്ഷൻസ് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, എന്തുകൊണ്ടാ? ഈ റൗട്ടർ അല്ലെങ്കിൽ ഫയർവാൾ ഇത് ബ്ലോക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ സെർവറിലേക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യണമെങ്കിൽ ഈ റൗട്ടറിന്റെ അകത്ത് ഞാൻ കംപ്ലീറ്റ് സാധനങ്ങളെ ഞാൻ ഫ്രീ ആക്കി വരണം. അപ്പൊ ഇവിടെ ബ്ലോക്കിംഗ് ഒന്നുമില്ല, എല്ലാം അലോ കൊടുത്ത്. ഓക്കെ, എല്ലാം അലോ കൊടുത്ത് ഇരിക്കുക. അപ്പൊ എനിക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ നേരെ സെർവറിൽ കയറുക. സെർവറിന്റെ അകത്തുള്ള അവരുടെ അല്ലെങ്കിൽ വെബ്സൈറ്റിന്റെ അകത്തുള്ള സാധനങ്ങൾ മൊത്തം എനിക്ക് നോക്കാനും കാണാനും എന്തെങ്കിലും അവരുടെ കാര്യങ്ങളൊക്കെ അറിയാനുണ്ടല്ലോ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെർവറിലേക്ക് കിട്ടി. പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഹാക്കർ ഉണ്ടെന്ന് ഇരിക്കും. ഓക്കെ, ഒരു ഹാക്ക് ചെയ്യുന്ന ഒരാളുണ്ട്. അങ്ങനെയുള്ള ഒരാള് അയാൾക്ക് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാം. അയാൾ ഇതേപോലെ വന്നു കഴിഞ്ഞു, അയാൾ സെർവറിലേക്ക് ചിലപ്പോൾ പോകണമെന്നില്ല, നേരെ PC-കളിലേക്ക് വരാം. ഓക്കെ, കാരണം അലോ ചെയ്തേക്കല്ല, എല്ലാ ആക്സസും അലോ ചെയ്തേക്കുക. ഇങ്ങനെ അലോ ചെയ്ത് കഴിയുമ്പോൾ എന്താ, ഈ PC-കളിൽ ചിലപ്പോൾ അവരുടെ പാസ്വേഡ് അല്ലെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസ് ഇതൊക്കെ സേവ് ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ ഈ പറഞ്ഞ ആൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. ഈ പറഞ്ഞ ഹാക്കർക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ നെറ്റ്വർക്ക് തെഫ്റ്റ് ചെയ്യുന്നവർക്ക് ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തുകൊണ്ടിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പറഞ്ഞ അലോ എനിക്ക് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അലോ കൊടുക്കാൻ പറ്റില്ല, കാരണം PC-കൾ ഇന്റേണലി അവരുടെ നെറ്റ്വർക്കിലേക്ക് ആക്സസ് കിട്ടിയില്ലേ, ഈ പറഞ്ഞ സിറ്റുവേഷൻ ഒന്നും ഇവിടെ വർക്ക് ചെയ്യത്തില്ല. അപ്പൊ ഇത് വർക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? എനിക്ക് അലോ കൊടുക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി, ബ്ലോക്ക് ചെയ്യാനും പറ്റത്തില്ല. ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിലേക്കുള്ള ആക്സസും പോകും. അപ്പൊ ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യും? ഈ പറഞ്ഞ സെർവറിനെ ഞാൻ ഇവിടെ നിന്ന് റൗട്ടറിൽ നിന്നുള്ള കണക്ഷൻ മാറ്റി. ഓക്കെ, റൗട്ടറിൽ നിന്നുള്ള കണക്ഷൻ മാറ്റിയിട്ട് ഞാൻ ഇവിടെ ഒരു റൗട്ടർ വെച്ച്, ഇവിടെ ഒരു റൗട്ടർ വെച്ചേ, ഇവിടെ ഒരു റൗട്ടർ വെച്ചിട്ട് ഇതിന്റെ ഔട്ടിൽ ഞാൻ ഒരു കാര്യം ചെയ്തു, വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന സെർവറിനെ കണക്ട് ചെയ്തു. ഓക്കെ, ഇത് ക്ലയന്റ് വെച്ചത് തന്നെ. ഓക്കെ, ഞാൻ റൗട്ടർ വെച്ചെന്ന് കഴിഞ്ഞാൽ ഒരു റൗട്ടിങ്ങിന് വേണ്ടിയിട്ട് മാത്രം വെച്ചാണ്, റൗട്ടർ വെച്ചില്ലെങ്കിലും പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായി?
മൊബൈൽ യൂസേഴ്സിന് ഇങ്ങനെ വന്നിട്ട് കയറി കഴിഞ്ഞാൽ സെർവറിലേക്ക് ആക്സസ് ഇവിടെ വന്ന് ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ബ്ലോക്ക് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങോട്ട് പോകത്തില്ല, നമ്മൾ അവൻ തിരിച്ചു വരും ഈ റൗട്ടർ ത്രൂ. ഇവിടെ ബ്ലോക്കും കാര്യങ്ങളൊന്നുമില്ല, ഈസി ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ കയറാൻ പറ്റും, സെർവർ ത്രൂ വെബ്സൈറ്റിൽ കയറാൻ പറ്റും. അതിന് നമ്മുടെ വെബ്സൈറ്റിൽ കയറിയ കാര്യങ്ങളൊക്കെ നോക്കുക, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇന്റർണൽ നെറ്റ്വർക്കിലേക്ക് ആക്സസ് കിട്ടില്ല. വരുന്നത് ഒരു ഹാക്കർ ആണെന്ന് വിചാരിക്കുക. ഹാക്കർ ആണെങ്കിൽ പോലും അയാൾ വന്ന് ഇവിടെ വന്നിട്ട് വെബ്സൈറ്റിലേക്ക് കയറാൻ പറ്റും, പക്ഷെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ബ്ലോക്കാ, അകത്തേക്ക് കയറ്റിവിടില്ല നമ്മുടെ റൗട്ടർ. ഓക്കെ, ബ്ലോക്ക് ചെയ്തു. അങ്ങനെ വരുമ്പോ ഈ പറഞ്ഞ ഇന്റേണലി നമ്മുടെ പാസ്വേഡ്, ബാങ്ക് ഡീറ്റെയിൽസ്, നേരത്തെ കൊടുത്ത സാധനങ്ങളൊന്നും വേസ്റ്റ് ആവുന്നില്ല. ഓക്കെ, വേസ്റ്റ് ആവുന്നില്ല മീൻസ് ഡാറ്റ തെഫ്റ്റ് ആവുന്നില്ല. പക്ഷെ നമ്മുടെ സെർവറിലേക്കുള്ള പബ്ലിക്കലി ഒരാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അല്ലേ? പബ്ലിക്കിലേക്ക് ഒരാൾക്ക് ആക്സസ് ചെയ്യാനുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതിനെയാണ് DMC എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്ന സാധനം ഒരു റെസ്ട്രിക്ഷൻ ഉള്ളതാണ്, ഡീമിലിറ്ററൈസ്ഡ് സോൺ. മിലിറ്ററി എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക് ആയിട്ട് പറഞ്ഞാൽ മിലിറ്ററി എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് റെസ്ട്രിക്ഷനും കാര്യം, മിലിറ്ററി ചട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റെസ്ട്രിക്ഷനും കാര്യങ്ങളും അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കുറെ അധികം ഉള്ള ഇതിനാണ് മിലിറ്ററി റൂൾ. ഓക്കെ എന്ന് പറഞ്ഞത്. ഡീമിലിറ്ററൈസ്ഡ്, മിലിറ്ററി ഇല്ലാത്ത അല്ലെങ്കിൽ റൂളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഫ്രീ ആയിട്ട് നിൽക്കുന്ന സാധനത്തിനാണ് ഡീമിലിറ്ററൈസ്ഡ് സോൺ എന്ന് പറഞ്ഞത്. അവിടെ റെസ്ട്രിക്ഷനോ റൂളും കാര്യങ്ങളൊന്നും ഇല്ല, ഫ്രീ ആയിട്ട് എന്തും ചെയ്യാം, ആക്സസ് ചെയ്യാം. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഈ വെബ്സൈറ്റ് സെർവർ ഹോസ്റ്റ് ചെയ്തേക്കുന്ന അതുപോലൊരു പരിപാടി തന്നെയാണ് ഡീമിലിറ്ററൈസ്ഡ് സോണിൽ. ഓക്കെ, അതാണ് DMZ, ഡീമിലിറ്ററൈസ്ഡ് സോൺ. ഇനി DNS എന്താണ്, പോർട്ട് ഫോർവേഡിംഗ് എന്താണ് എന്നുള്ളതൊക്കെ അടുത്ത സെഷനിൽ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.